this day, and I welcome everyone who's gathered here, all the children of God, into the service in the name of our Lord Jesus, who's coming soon. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദിവസത്തിലായിരിക്കാൻ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല കൃപയ്ക്കായി സ്തോത്രം. I thank the Lord for the grace He has shown us to come together once again after a week into His presence. Praise the Lord. Hallelujah. നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാം. 112 സങ്കീർത്തനമാണ് വായിപ്പാൻ ഇടയായി തീർന്നത്. Let's come to the psalm that we've just read. We've read from Psalm 112. ഒരു ഭക്തന്റെ അനുഗ്രഹത്തെ പറ്റിയാണ് ഈ 112 സങ്കീർത്തനം നമ്മളെടുത്ത് വിളിച്ചു പറയുന്നത്. Psalm 112 proclaims the blessings that a worshipful man receives from the Lord. അതിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 1, please. Praise the Lord. Blessed is the man who fears the Lord, who delights greatly in His commandments. ഇവിടെ വായിക്കുന്നത് നമ്മൾ കടന്നു വന്ന ഇന്ന് പൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാനാണ്. Today we read that we've come here to worship the Lord. ആ സ്തുതിക്കുന്ന ദൈവത്തെ നമ്മൾ ഭയപ്പെടുവാനിടയായി തീരണം. We must be able to fear the Lord who we praise. അത് മാത്രമല്ല അവന്റെ കൽപ്പനകൾ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുവാനിടയായി തീരണം. And not just that, we must delight greatly in His commandments. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യനാണ് ദൈവസന്നിധിയിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. And such a man is considered blessed in the presence of the Lord. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പൽക്കാലം ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വരുവാനിടയായി തീർന്നത്. Today the Lord is calling us to such a state of blessedness. ലോകപ്രകാരം അനേകം പേര് ഭാഗ്യവാന്മാരെന്ന് വിളിച്ചു പറയാറുണ്ട്. ലോട്ടറി അടിക്കുന്നവര് അല്ലെങ്കിൽ ഭാഗ്യവാനെന്ന് പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. We might consider many people around us blessed in the worldly sense, those who win the lottery and so on, but the Lord tells us through the scriptures that is one who follows His commandments that is blessed in His consideration. അതിന്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 6 and 7 of that psalm, please. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. Surely he will never be shaken. The righteous will be in everlasting remembrance. He will not be afraid of evil tidings. His heart is steadfast, trusting in the Lord. ഒരു നീതിമാനെ കുലുക്കിക്കളയുവാന് പലവിധമാകുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ അല്ല കുലുങ്ങിപ്പോകുവാൻ ഇടയാകത്തില്ല. There might be many things that come into the life of a righteous man to trap him, but if he stands in the Lord, then there is nothing that can shake him. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിവോ മിടുക്കമൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. This is not because of our cleverness or ability, but it is only through the grace of God. പല ശക്തിയുള്ളവരും കൃപയുള്ളവരും അനേകം പേര് ലോകത്തുനിന്ന് പട്ടുപോയപ്പോൾ കൃപയാൽ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തർ ഇന്നയോളം കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Let us thank the Lord together for the grace that He has shown us in keeping us safe, even when people more mightier and skilled than us have fallen by the wayside. ഒരു നീതിമാനാണെങ്കിൽ നമ്മളെക്കുറിച്ച് ദുർവർത്തമാനം പറയുവാൻ ഇടയായി തീരും. ആ സമയത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആ കാര്യമില്ല, ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. Even if you are a righteous man, people might speak ill of you, but when you hear those things, do not be afraid, but put your trust in the Lord. നീതിമാനെ ഓർക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. There is a God who amongst us who remembers the righteous man. അനീതി ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് തഴച്ചു വളർന്നു വന്നേക്കാം, എന്നാൽ അവർ പെട്ടെന്ന് തന്നെ താളടിയായി പോകുവാനിടയായി തീരും. A person who commits unrighteousness might flourish in the short term, but eventually they will fall. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളൊരു നീതിമാനായി തീരുവാനാണ്. The Lord desires that we all be righteous people. അങ്ങനെയുള്ള വ്യക്തിയെ ദൈവം ഇന്ന് പൽക്കാലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And the Lord is looking down on people who do righteousness. ദൈവ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. When you're filled with God's love, then God's presence will overflow in you. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 8, please. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. His heart is established. He will not be afraid until he sees his desire upon his enemies. അല്പസമയം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് സ്ഥിരമായിരിക്കുന്ന വിഷയത്തെ പറ്റിയാണ്. Today we want to meditate on the idea of being established. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം കാര്യത്തിൽ ദൈവ പൈതൽ സ്ഥിരമായി നമ്മൾ നിൽക്കണമെന്ന് നമുക്ക് നോക്കാം. Let us examine on the basis of the scriptures in what all terms a man of God must be established or permanent. സ്ഥിരത എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് അസ്ഥിരത എന്ന് കാണുവാനിടയായി തീരും. We can see that the opposite of the word consistency is inconsistency. ലോകത്തില് ഒന്നും നിലനിൽക്കുന്നില്ല, എല്ലാം അസ്ഥിരമായിട്ടുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്, ടി വി, ഫോണ്, അല്ലെങ്കിൽ ഡ്രസ്സ്, അല്ലെങ്കിൽ മോഡൽസ് എല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. If you look at the world around you, then you will see that many things are not permanent, but rather they are temporary. The cars that we see, the phones that we use, they are all temporary.
എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 10 കൂട്ടം കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ സ്ഥിരതയോടെ പാലിക്കേണ്ടതിനെ പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. But if you come into the Lord's word, you will see that there are about 10 things that are given in the scriptures where a man of God is called to be consistent or permanent. എന്നാൽ നമ്മൾ പ്രകാരം 8ാമത്തെ വാക്യത്തിൽ വായിച്ചത് അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. In verse 8 we see that his heart is established and he will not be afraid. ഒന്നാമത് നമ്മൾ സ്ഥിരതയോടെ ഇരിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. Firstly, our heart must remain established or consistent. ഹൃദയത്തിൽ ഭയം കടന്നു വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ നിരാശയിൽ ഭാരതത്തിന് ഹല്ലേലൂയ അകപ്പെടുവാനിടയായി തീരും. When fear comes into our hearts, then our heart will become inconsistent and we will become dissolute. നമ്മളൊരു നീതിമാനാണെങ്കിൽ ദൈവകൃപയുള്ള വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ ദൈവസ്ഥലിനോട് അടുത്ത് വന്ന് നമ്മുടെ ഭയങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസ്ഥലിലേക്ക് ഇറക്കി വെക്കുവാനിടയായി തീരണം. But if you are a man of God, then you must be able to set down all your fears and troubles in the presence of the Lord. ലോക മനുഷ്യർക്ക് ഭയം കടന്നു വരുമ്പോൾ അവർ പെട്ടെന്ന് കുറുക്കുവഴികൾ അന്വേഷിക്കുവാനിടയായി തീരും. When a worldly man faces fear, they will look for a way out. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരു ദൈവ പൈതൽ അപ്രകാരമല്ല. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ അടുത്തു വന്ന് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ഭയങ്ങളും വ്യാകുലങ്ങളും എല്ലാം ദൈവം മാറ്റുവാനിടയായി തീരും. But a godly man does not do so. When he comes into the Lord's presence with prayer and fasting and sets his fears down in the Lord's presence, then the Lord will give him a way out. ഭയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടുന്നത് പിശാചാണ്, അന്ധകാര ശക്തികളാണ്. The fear that you often face in your minds is often put there by the devil. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ സാമ്പത്തികമായി പലവിധ ചിന്താഗതികൾ ഭയങ്ങൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടിട്ടിട്ട് ഒരു മേഘം വന്ന് മൂടുന്നത് പോലെ പിശാച് പലപ്പോഴും നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ അഫലമാക്കുവാൻ നോക്കുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വചനം വായിക്കുമ്പോൾ ആ ഭയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായി മാറ്റിത്തരുവാനിടയായി തീരും. Oftentimes when you go through trouble, for example writing an exam, you're often faced with the overwhelming fear that you will not be able to make it and that you might not be able to get a job. But when you sit down in the Lord's presence and set down your fears before him, then the Lord will give you the strength that you can carry on. പലപ്പോഴും പിശാച് നമ്മുടെ ഹൃദയത്തിന് ചാഞ്ചാട്ടമുണ്ടാക്കുവാനിടയായി തീരും. നേരായ സ്ഥിരതയോടെ പോകാതെ വണ്ണം ഹൃദയത്തെ പലപ്പോഴും പിശാച് പിടിച്ച് കുലുക്കാറുണ്ട്. ഇന്ന് പലകാലം ദൈവസന്നിധിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പിശാച് നമ്മുടെ ഹൃദയത്തെ തൊടുവാൻ പറ്റത്തില്ല. Oftentimes the devil will bring fear and inconsistency into your heart, but if you can stand steadfast in the Lord, then you will be strong in his presence. ഒന്നാമത് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സ്ഥിരമായിരിക്കണം. Firstly, your heart must be steadfast in the presence of the Lord. രണ്ടാമത് നോക്കാം, സങ്കീർത്തനം 111 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to Psalm 111 verses 8 and 9 please. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, അവ വിശ്വസ്തയോടും നേരോടും കൂടി അനുഷ്ഠിക്കപ്പെടുന്നു. ഇവിടെ സങ്കീർത്തനം 111 വായിക്കുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഹല്ലേലൂയ അത് വിശ്വസ്തമായുള്ളതാണ്. Here we can see in Psalm 111 verse 8 that the Lord's precepts stand forever. അവർക്ക് പ്രത്യേകതയുണ്ട്, അവ എന്നേക്കും നിലനിൽക്കുന്നതാണ്. And they last forever. ഹല്ലേലൂയ അവ വിശ്വസ്തയോടും നേരോടും കൂടെ നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. And they stand in truth and uprightness. മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുതെന്ന് ദൈവം കൽപ്പിക്കുവാനും ഇടയായി തീർന്നു. When God gave Moses the law, he told him to stand fast in it and not to turn to the left or to the right from his precepts. ദൈവം അതുപോലെ നമുക്ക് പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണത്തിൽ നിന്ന് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവിക പ്രമാണം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാനിടയായി തീരണം. So the Lord has given us precepts that we need to follow, and we must not move from to the left or to the right from the way that he has established for us. ഈ ദിവസങ്ങളിൽ പ്രമാണത്തിൽ നമ്മൾ സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ ഓടുവാനിടയായി തീരണം. Today we must be able to stand fast in the precepts that the Lord has given us. അടുത്ത നമുക്ക് വായിക്കാം, സങ്കീർത്തനം 119 89 വാക്യം വായിക്കാം. Let's go to Psalm 119 verse 89 please. യഹോവേ, നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. Forever, O Lord, your word is settled in heaven. മൂന്നാമത് കാണുന്നത് ദൈവത്തിൻ്റെ വചനം സ്ഥിരമായിരിക്കുന്നതാണ്. Thirdly, we can see that the Lord's word is established in heaven. അത് ഭൂമിയിൽ മാത്രമല്ല സ്വർഗ്ഗത്തിലും സ്ഥിരമായിരിക്കുന്നതാണ്. And it's not just established on earth, it is established in heaven as well. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ അനേകം ആൾക്കാർ രചിച്ചിട്ടുണ്ട്. എന്നാൽ അത് പലപ്പോഴും മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട്. പുതിയ പതിപ്പുകൾ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. Manly word is often revised and new editions are put out, but God's word has been established forever after having once been written by God.
കാലം മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. Times might change and circumstances might change, but the word of the Lord stands forever. ലൂക്കോസ് 21:33 പ്രകാരം വായിക്കുന്നു, ആകാശ ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല എന്ന്. In Luke chapter 21 verse 33 we are told, heaven and earth will pass away, but my words shall by no means pass away. കാലങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ പഴയ കാലത്ത് തോൾച്ചുള്ളിൽ എഴുതുവാനിടയായി, പിന്നതേൽ പേപ്പറിൽ എഴുതി, ഇപ്പോൾ നമ്മളായിരിക്കുന്ന മൊബൈലിലും ടാബിലൊക്കെ നമുക്ക് ലഭിക്കുവാനിടയായി തീരും. ഈ വചനത്തിന് ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. Once upon a time these scriptures were written on the parchment, eventually it became written on a piece of paper, and now they are written on the mobiles and tablets that you hold in your pockets, but the content of the word does not change and lasts forever. ഈ വചനങ്ങൾ കടന്നു വന്നത് അനേക രാജാക്കന്മാർ ഈ വചനത്തെ നശിപ്പിക്കുവാൻ നോക്കി. ഈ വചനത്തിൻ്റെ ഒരു പ്രതി പോലും കാണത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത രാജാക്കന്മാരൊക്കെയുണ്ട്. അവരൊക്കെയും കാലത്തിൻ്റെ യവനിയിൽ കടന്നു പോയപ്പോൾ ഈ വചനം ഇപ്പോഴും ലോകരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വചനം ജീവനുള്ള വചനമാണ്, ചൈതന്യമുള്ള വചനമാണ്. അനേക പേരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. Many kings and rulers have promised to destroy these scriptures. They have tried to destroy every last copy of it, but this word continues on its victorious journey as it moves towards the future. നമ്മൾ കാണുവാനിടയായി തീർന്ന ദൈവത്തിന്റെ വചനം സ്ഥിരതയുള്ള വചനമെന്നാണ്. We can see that the word of the Lord has been established forever. സങ്കീർത്തനം 89:21 നമുക്ക് വായിക്കാം. Let's go to Psalm 89 verse 21 please. എൻ്റെ കൈ അവനോടുകൂടി സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. With whom my hand shall be established, also my arm shall strengthen him. നാലാം നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കൈ നമ്മോട് സ്ഥിരമായിരിക്കുമെന്ന്. Fourthly, we can see that the Lord's arm shall strengthen us. അതുമാത്രമല്ല എൻ്റെ ഭുജം നമ്മളെ ബലപ്പെടുത്തുവാനും ഇടയായി തീരും. And it shall strengthen us as we move forward. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കുവാനുള്ളത്, ആരെങ്കിലും ബലമില്ലാതെ ക്ഷീണിച്ച് ഭയത്തിൽ ഹല്ലേലൂയ നിരാശപ്പെട്ട് ഭാരത്തോടെ ഏതെങ്കിലും വിഷയത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ കടന്നു വന്നിട്ട് നിങ്ങളെ ബലപ്പെടുത്തുവാനിടയായി തീരും. Today I want to tell you, children of God, if you are troubled by any issue or affliction, if you pray to the Lord, then the Lord's arm will establish you and strengthen you. മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് നമ്മളെ ബലപ്പെടുത്തുവാൻ പരിമിതി ഉണ്ടായിരിക്കാം. എന്നാൽ പരിമിതിക്കപ്പുറമായി ദൈവത്തിന്റെ കരം, ആ ദൈവത്തിന്റെ ഭുജം നമ്മുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തുവാൻ കഴിയുവാനിടയായി തീരും. Man's word has a certain limitation as to the extent to which it can comfort you and strengthen you, but God's word is able to pull you out of whatever situation that you find yourselves in and strengthen you on a permanent basis. യെശയ്യാവ് 51:1 കാണുന്നു, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുതായി തീർന്നിട്ടില്ല, കേൾപ്പുവാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായി തീർന്നിട്ടില്ല എന്ന്. In Isaiah chapter 59 verse 1 we read that the arm of the Lord has not been shortened that it cannot help you, the strength of the Lord has not been disestablished so that it cannot strengthen you. നമ്മൾ ആയിരിക്കുന്ന ഏത് അവസ്ഥയിലായിരുന്നു കഴിഞ്ഞാലും ദൈവത്തിന്റെ കരം കടന്നു വന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ വിടുവിക്കുവാൻ ഇടയായി തീരും. No matter what your circumstances and the difficulty that you pass through, the Lord's hand is able to strengthen you and his word is able to make you powerful. അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ഹല്ലേലൂയ, ദൈവത്തിന് അതൊരു വലിയ വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഏത് സമയത്തും അത് വെളിപ്പെട്ട് വരുവാനിടയായി തീരും. Your problem might be big or small, it might be in whatever circumstance you might find yourselves in, the Lord's word is capable of strengthening you. കഴിഞ്ഞ നാൾ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ സ്ഥിരമായിരുന്നു മുഖാന്തരമാണ് ഈ ക്രിസ്തീയ ജീവയാത്രയിൽ ഓരോ ദിവസവും അവൻ നമ്മളെ കൈക്ക് പിടിച്ച് ബലപ്പെടുത്തി ഇന്നയോളം നമ്മളെ വഴി നടത്തുവാനിടയായി തീർന്നത്. It is because of the Lord's arm and its strength that he has been able to guide you and strengthen you as you endured your Christian walk till this day. സങ്കീർത്തനം 93:2 വാക്യം വായിക്കാം. Let's go to Psalm 93 verse 2 please. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ. Your throne is established from of old, you are from everlasting. അടുത്തത് സ്ഥിരമായിരിക്കുന്നത് ദൈവത്തിന്റെ സിംഹാസനമാണ്. The other thing that is permanent is the Lord's throne, which is established forever. ലോകത്തിൽ അനേക രാജാക്കന്മാർ ഉടലെടുത്തിട്ടുമെങ്കിലും അവരുടെയൊക്കെ സിംഹാസനങ്ങൾ അവരുടെ കാലം കഴിയുമ്പോൾ അവിടെ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. Even though many kings have ruled over this earth, their thrones have been established only for the duration of their lifetimes, and after that it is removed. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അനേക മന്ത്രിമാരും രാജാക്കന്മാരും ഇപ്പോഴുമുണ്ട്. അവരുടെ സിംഹാസനങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്.
എന്നാൽ ലിമിറ്റേഷൻ ഇല്ലാതെ എന്ന് സ്ഥിരമായിരിക്കുന്നത് യഹോവയുടെ സിംഹാസനം മാത്രമേ ഉള്ളൂ. Many rulers and ministers continue to rule over the world, but all of them have term limits, and the only person who has no limits to his term is the Lord. സംഗീതക്കാരൻ പറയുന്നത് ആ സിംഹാസനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പുരാതനമായ ആ ബിഗിനിങ്, ആ തുടക്കം മുതൽ ഉള്ള സിംഹാസനമാണ്. The psalmist says that the Lord's throne has been established from of old, and it is everlasting. അത് മാത്രമാണ് അനാദിയായി, അതിന് അവസാനമില്ലാതെ തുടരുന്ന ഒറ്റ സിംഹാസനം മാത്രമേ ഈ ലോകത്തിലും സ്വർഗത്തിലുമുള്ളൂ. അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. There is only one throne in this world that has no beginning and no end, and that is the Lord's throne. വെളിപ്പാട് പുസ്തകം 3:21 കാണുവാനിടയായി തീരും, ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ എന്ത് ചെയ്യും? വരം നൽകുവാനിടയായി തീരും. We can see in Revelation chapter 3:21 that the Lord will give a throne to whoever becomes victorious with him. ജഡത്തെയും പാപത്തെയും ലോകത്തെയും ജയിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൽ നമ്മയും കൂടെ ഇരുത്തുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. The Lord's word tells us that he will seat us on his throne after having been victorious in this world over sin, over the flesh, and over all diseases. അവിടെ വായിക്കുന്ന എൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ നമ്മളും ഇരിക്കുവാൻ ഇടയായി തീരും. The Lord's word tells us that we will sit on the throne with the Lord, just as the Son sits on the throne with the Father today. ഈ ദിവസം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിൽ ചിലതിനെ ജയിക്കുവാൻ ആവശ്യമേറിയ ദൈവിക ബലത്താൽ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന്. Today let us pray to the Lord. Lord, give me the strength to become victorious in your power. ലോകത്തിലെ പല ശക്തികളും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ തോൽപ്പിക്കുവാൻ നോക്കുമ്പോൾ ഇന്ന് പൽക്കാലം ദൈവം ജയിച്ച ജയവീരനാണ്. അവനൊപ്പം യാത്ര ചെയ്യുവാനുള്ള ബലവും ശക്തിയും ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. When we are troubled by the affliction that surrounds us, if you pray to the Lord, then the Lord will give you his victory. 1 കൊരിന്ത്യർ 7:35 വാക്യം നമുക്ക് വായിക്കാം. Let's go to 1 Corinthians chapter 7 verse 35 please. ഞാൻ ഇത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കിൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത്. And this I say for your own profit, not that I may put a leash on you, but for what is proper, and that you may serve the Lord without distraction. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ ദൈവസ്ഥലിൽ സ്ഥിരമായി വസിക്കുവാനിടയായി തീരണമെന്ന്. Here the apostles tells us that we must serve the Lord without any distractions. പലപ്പോഴും ഞായറാഴ്ചയോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ചില ആൾക്കാർ സ്ഥിരമായിട്ട് ദൈവസ്ഥലിൽ വസിക്കും. അതിനുശേഷം അല്ലെങ്കിൽ അടുത്ത 2-3 ആഴ്ചയിലോ അടുത്ത ദിവസങ്ങളിലോ ദൈവസ്ഥലിൽ സ്ഥിരമായി വസിക്കാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് പോകുവാനിടയായി തീരും. Oftentimes many people will come to the Lord and only show consistency on a Sunday morning as they come to church and live as they want for the rest of their days without any consistency. ഇന്ന് പൽക്കാലം ദൈവസ്ഥലിൽ നമ്മൾ തീരുമാനം എടുക്കുവാനിടയായി തീരണം. ദൈവമേ, ഞാൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വല്ലപ്പോഴുമല്ല സ്ഥിരമായി വസിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന്. Today let us pray to the Lord. Lord, give me the consistency to stand in your faith, not just on certain days but every time. നമ്മൾ ദൈവസ്ഥലിൽ സ്ഥിരമായി വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോടുകൂടെ സ്ഥിരമായി വസിക്കുവാനിടയായി തീരും. If we stand established and permanent in the Lord's presence, then the Lord will be faithful to us. മോശയോടുകൂടെ ഏലിയാവിനോടുകൂടെ ഹാനോക്കിനോടുകൂടെ അവർ സ്ഥിരമായി ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനും സംസാരിക്കുവാനും ഇടയായി തീർന്നുവെങ്കിൽ ദൈവം ഈ കാലഘട്ടങ്ങളിലും നമ്മോടുകൂടെ സ്ഥിരമായിരുന്ന് നമ്മുടെ ക്രിസ്തീയ ജീവയാത്രയിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുവാനിടയായി തീരും. Just as Moses, Elijah and Enoch realized that when they stood with consistency for the Lord stood for them. So we will find out if we stand with consistency before him. എഫെസ്യ ലേഖനം 6:18 വാക്യം നമുക്ക് നോക്കാം. Let's go to Ephesians chapter 6 verse 18 please. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. Praying always with all prayer and supplication in the Spirit, being watchful to this end with all perseverance and supplication for all the saints. അടുത്ത് കാണുന്നത് പ്രാർത്ഥനയിൽ നമുക്കൊരു പൂർണ്ണ സ്ഥിരത വേണമെന്ന്. Finally we see that we must have consistency in the way we must pray. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ തീരുമാനമെടുക്കും, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന്. Oftentimes we take a decision, I will pray consistently over the course of time. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ജോലി തിരക്കും പല പല കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പ്രാർത്ഥന നമ്മൾ പുറകോട്ട് പോകാറുണ്ട്. As the troubles and circumstances of life push against us, we fail to become consistent when it comes to prayer. ഇവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. Here the apostle exhorts us to be watchful and prayerful with all perseverance
perseverance and supplication for all saints. അത് വായിക്കുന്ന അതിനായി ജാഗരിച്ചുകൊണ്ട് വിശുദ്ധന്മാർക്കും വേണ്ടി അല്ലെങ്കിൽ എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവാനിടയായി തീരണം. Here we are told to become watchful to this end with all perseverance and with consistency. അതിനൊരു മാതൃകയാണ് യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. And the ultimate model for this is the prayer life of our Lord Jesus Christ. യേശുവിന്റെ ഈ ലോക ജീവിത കാലഘട്ടങ്ങളിൽ മത്തായി സുവിശേഷം 26:36 പ്രകാരം വായിക്കും, യേശു അവർ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ഗെത്സമന തോട്ടത്തിൽ കടന്നുപോയി. അവരെ അവിടെ ഇരുത്തിയിട്ട് ഒരു കല്ലേറ് ദൂരത്തിൽ കടന്നുപോയി മുഴങ്കാലം അടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. We can see in Matthew chapter 26 that Jesus left his disciples behind in the Garden of Gethsemane and went forward a certain distance and started praying in tears. യേശു ഗെത്സമന തോട്ടം തിരഞ്ഞെടുത്തതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില മുറികളും ചില അറകളും ചില സ്ഥലങ്ങളും നമ്മൾ തിരഞ്ഞെടുത്ത ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടെങ്കിൽ ദൈവം നമ്മളെ കാണുവാനിടയായി തീരും. Just as Jesus separated the Garden of Gethsemane for a certain secluded prayer, if we will separate ourselves for a certain time and pray to the Lord with consistency, then the Lord will answer your prayers. ഈ ദിവസങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ വന്ന് പാർക്കേണ്ടതിന് സ്ഥിരതയോടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുവാൻ ഉള്ള ആത്മാവിനെ ബലവും ശക്തി എനിക്ക് നൽകണമേ എന്ന്. Today let us pray to the Lord. Lord, give me the grace to pray with consistency before you. നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം ആഗ്രഹങ്ങളും ആകാംക്ഷയുണ്ടോ അതനുസരിച്ച് ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. And the Lord will answer the desires and the anxieties of your heart. നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റി തരുവാനിടയായി തീരും. The Lord will change your circumstances. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നൽകുവാനിടയായി തീരും. The Lord will give you miracles and over and above what you are expecting. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. There is nothing too difficult for the Lord. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. You are listening to the word of God which makes impossible things possible. ആഗ്രഹത്തോടെ ദൈവസ്ഥലിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ അതാത് സമയത്ത് ദൈവം നിറവേറ്റുവാനിടയായി തീരും. If you come before the Lord with a need in your heart and if you pray with consistency, the Lord will answer your prayers. കൊലോസ്യലേഖനം 1:23 വാക്യം വായിക്കാം. Let's go to the book of Colossians chapter 1 verse 23 please. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. If indeed you continue in the faith, grounded and steadfast, and are not moved away from the hope of the gospel which you heard, which was preached to every creature under heaven, of which I, Paul, became a minister. ഇവിടെ നമ്മൾ വായിക്കുന്നത് അടിസ്ഥാനത്തിൽ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. Today we read here that we must be grounded and steadfast in our faith. ഇറങ്ങി തിരിച്ച് വിശുദ്ധിക്ക് വേർപാടിനു വേണ്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കാൻ നമ്മൾ ഓരോരുത്തരും അന്ത്യത്തോളം ആ സ്ഥിരതയിൽ നമ്മൾ ഓടുവാനിടയായി തീരണം. We have been called for purity and separation, and we must stand steadfast and grounded in that calling. ഇവിടെ വായിക്കുന്നത് സുവിശേഷത്തിന്റെ പ്രത്യാശയ്ക്ക് നിങ്ങൾ ഇളകാത്ത അടിസ്ഥാനമുള്ളവരായിരിക്കണമെന്ന്. Here we are told to be grounded and steadfast for the hope of the gospel that we have heard. ലോകത്തിലേക്ക് നമ്മൾ കണ്ണടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനേക സുവിശേഷങ്ങൾക്ക് അനേക കാര്യങ്ങൾക്ക് ഇളകുന്ന അടിസ്ഥാനമാണുള്ളത്. If you look around you, you will see many gospels which are inconsistent and not steadfast. കാലത്തിന് അനുസരിച്ച് പല സുവിശേഷങ്ങളും കാര്യങ്ങളും ആൾക്കാർ വളച്ചൊടിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട്. Many a times the gospel has been twisted beyond recognition by many people around the world. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഇളകാത്ത ഒരു അടിസ്ഥാനമുണ്ട്. However, the scriptures that you read are grounded and steadfast. മത്തായി സുവിശേഷം 7:24 വായിക്കുന്നു, ആകയാൽ എൻ്റെ ഈ വചനം കേട്ട് ഈ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യനോട് തുല്യനാകുന്നു എന്ന്. In Matthew chapter 7 verse 24 we read that whoever listens to my word and follows it is like a man who has established his house on the rock. നമ്മുടെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ്. Our foundation has been established on the rock that is Christ. അങ്ങനെയുള്ള അടിസ്ഥാനമിട്ട ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ കാറ്റുകളോ തിരമാലകളോ അടുത്ത വായിക്കുന്നത് മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്മേൽ അടിച്ചു, പാറമേൽ അടിസ്ഥാനമുള്ളതായതുകൊണ്ട് അത് വീണില്ല എന്ന് വായിക്കുന്നു. And we are likewise called to have our foundations on Christ, and even when storms hit and the rains battered it, the house stood fast because its foundation was on the rock. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ മണലിന്മേൽ അടിസ്ഥാനമിട്ട് ഒരു വീടിനെ കാണുവാനിടയായി തീരും. If we follow that passage down, we can see that it is compared to a house which has its foundations on the sand. പാറമേൽ അടിച്ച കാറ്റ് തിരമാല പോലെ മണലിന്മേൽ അടിച്ച ഹല്ലേലൂയ വീട് പണിതതിന്മേൽ കാറ്റടിക്കുവാനിടയായി തീർന്നു. And just as the storms and rains battered
battered the house with the foundations on the rock, it also battered the house with its foundations on sand. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന അടിസ്ഥാനമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് വീഴുവാനിടയായി തീർന്നു. And we read from the scriptures, because it had no foundations, the house was toppled. ഇന്ന് പൽക്കാലം നമ്മുടെ അടിസ്ഥാനം സ്ഥിരതയുള്ള അടിസ്ഥാനമായിരിക്കണം. Today, let your foundation be grounded and steadfast. ആര് നമ്മോട് ചോദിച്ചാലും ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനം നമ്മൾ വിളിച്ചു പറയുവാൻ അറിഞ്ഞിരിക്കുവാനിടയായി തീരണം. We must be well aware of the scripture and the foundation that it gives us, so that whenever people ask us, we are ready to answer them. അടിസ്ഥാനമില്ലാത്ത അനേക ഉപദേശങ്ങളോടുകൂടെ നമ്മുടെ അടുത്ത് കടന്നു വരുമ്പോൾ യഥാർത്ഥമായ അടിസ്ഥാന ഉപദേശങ്ങളെ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുവാനിടയായി തീരണം. When we see many gospels which have which is not grounded or steadfast as the one we read, we must be able to answer confidently about the groundness and the steadfastness of the scriptures that we read. കൊലോസ്യർ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Colossians chapter 2 verse 5, please. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. For though I am absent in the flesh, yet I am with you in spirit, rejoicing to see your good order and the steadfastness of your faith in Christ. ഇവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത് വിശ്വാസത്തിന്റെ സ്ഥിരത നമുക്ക് ആവശ്യമാണെന്ന്. Here the apostle tells us that the steadfastness of faith is absolutely needed in our lives. ചിലർക്ക് വേലിയേറ്റം പോലെ വിശ്വാസം ചില സമയത്ത് കൂടിയും കുറഞ്ഞും വരാറുണ്ട്. For some people, they face ups and downs in their faith. Sometimes it is up and sometimes it is down. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നമ്മൾ മുന്നോട്ട് ഓടുവാനിടയായി തീരണം. Today the Holy Spirit reminds you, you need steadfastness of faith in your life. അനേകം പേര് വിശ്വാസത്തിൽ അസ്ഥിരത കാണിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകന് പൂർത്തിവരുത്തനുമായ യേശുവിനെ ലാക്കാക്കി നമ്മൾ പോകുവാനിടയായി തീരണം. As many people do not stand steadfast and grounded in their faith, we must be able to look to God, look to Jesus, the author and finisher of our faith. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ടെമ്പറേച്ചർ ഉള്ളപ്പോൾ അല്ല തെർമോമീറ്റർ വെച്ചിട്ട് ഡോക്ടർമാർ നമ്മളെ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് എന്തുമാത്രം പനിയുടെ അളവ് കൂടിയിട്ടുണ്ട് എന്ന്. Sometimes when we go to the A&E with the fever, the doctor checks us with the thermometer how far the fever is advanced. അതുപോലെ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് നമ്മുടെ വിശ്വാസം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഈ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ നമ്മൾ ശോധന ചെയ്യുവാൻ ഇന്ന് പൽക്കാലം ഇടയായി തീരണം. Today let us examine before the thermometer of the scriptures how far advanced our faith is in the Lord ever since we came to the faith. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഡോക്ടർ നമ്മുടെ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നത് പോലെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ ഇരുന്നിട്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ എവിടെ കുറവെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തി ദൈവത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരണം. Today you must be able to compare yourself before the mirror that is the scripture and check where you are lacking and where you are iniquitous, and then shore up those places where you have weaknesses. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളും വെല്ലുവിളികളും അനവധി കടന്നു വരുവാനിടയായി തീരും. Many tests and challenges will come in your life. വിശ്വാസത്തിന്റെ പരിശോധനകൾ കടന്നു വരുവാനിടയായി തീരും. Tests of faith will come in your lives. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിന് കടന്നു വന്നിട്ടുണ്ട്, യോബിന് കടന്നു വന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ പരിശോധനയിൽ അവരെ നിലനിൽക്കുവാനിടയായി സ്ഥിരത കാണിക്കുവാനിടയായി തീർത്തു. Our forefathers in faith, Abraham and Job, also faced tests of the faith, but they stood grounded and steadfast in the scriptures in the faith and stood strongly. വിശ്വാസത്തിൽ സ്ഥിരത വേണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. If you want steadfastness in your faith, then you need the grace of God. എബ്രായലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. Let's go to Hebrews chapter 12 verse 1, please. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകലഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Therefore we also, since we are surrounded by so great a cloud of witnesses, let us lay aside every weight and the sin which so easily ensnares us, and let us run with endurance the race that is set before us. ഇവിടെ വായിക്കുന്നത് ഓട്ടക്കളത്തിൽ നമുക്കൊരു സ്ഥിരത വേണമെന്ന്. Here we read that we must run with endurance the race that is set before us. സാക്ഷികളുടെ വലിയൊരു സമൂഹം ഗാലറിയിൽ അനേകം പേര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഓട്ടം എങ്ങനെയുള്ള ഓട്ടം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. A great cloud of witnesses are looking down on us from the gallery to see how well we run on the track. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ഓടുന്നു എന്ന് മറ്റുള്ള ചുറ്റുപാടും ജാതികൾ ലോക മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മുൻപാകെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനിടയായി തീരണം. If you have been saved and if you have been baptized, then there is a great crowd of people, including unbelievers, who are looking to see how consistently and how faithfully you run your race. പലരും ഓട്ടക്കളത്തിൽ ആദ്യം നല്ല കൃപയോട് ഓടും, എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പലതിനെയും പാപത്തെയും ലോകത്തെയും കണ്ടിട്ട് ചിലരവിടെ നോക്കി നിൽക്കാറുണ്ട്. Many will run
quite consistently and steadfastly in the initial laps of the race, but after a while they will gaze upon other problems and sins and stop running. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെയാണ്? സ്ഥിരതയോടെ ഓടുവാനിടയായി തീരണം. Here the apostle exhorts us to lay aside every burden and every sin that so easily ensnares us, and to run with endurance the race that is set before us. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പ്രഭാതമായപ്പോൾ ലോത്തിനെ ഹല്ലേലൂയ ദൂതന്മാർ ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണ്, നീ നിന്റെ ഭാര്യയും കുടുംബവുമായി ഓടി രക്ഷപ്പെടുവീന്ന്. In Genesis chapter 19, we are told how the angels pushed Lot to get his wife and his kids and to run towards the mountain. 17ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന അവർ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ്റെ ഈ രക്ഷയ്ക്കായി ഓടിപ്പോയി പുറകോട്ട് നോക്കരുത്, അല്ല ഈ പ്രദേശത്ത് നിൽക്കുമരുതെന്ന് കൽപ്പിക്കുവാനിടയായി തീർന്നു. In verse 17, they are told, escape for your life. Do not look behind you, nor stay anywhere in the plain. Escape to the mountains, lest you be destroyed. ക്രൂശിനെ ലാക്കാക്കി നമ്മൾ ഓടുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്കിവിടെ നിൽക്കുവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാനോ പാടില്ല എന്ന്. If the cross is your ultimate aim, then you are not allowed, as per the scriptures, to look and be distracted by people and stuff around you. താഴത്തുള്ള വാക്കുകൾ വായിക്കും. ലോത്തിൻ്റെ ഭാര്യ തൻ്റെ പഴയതിനെ നോക്കി, താൻ സ്നേഹിച്ച ആഗ്രഹിച്ച തൻ്റെ സമ്പത്തിനെ നോക്കി ഓട്ടക്കളത്തിൽ പുറകോട്ട് നോക്കി നിൽക്കുവാനിടയായി ഉപ്പുതൂണായി ഇന്ന് നിൽപ്പുണ്ട്. And we can see in the passage that follows that Lot's wife looked behind to see the life and the property that she had left behind, and became turned into a pillar of salt. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഓട്ടക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കാതെ ഹല്ലേലൂയ മുന്നോട്ട് ഓടുവാനുള്ള കൃപ എനിക്ക് നൽകണം. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? How many of you are able to pray, Lord, give me the grace and the steadfastness to pray to run with endurance the race that is set before me? ദൈവം ഇന്ന് പൽക്കാലം നമ്മൾ ഓരോരുത്തരും നോക്കിയിരിക്കുകയാണ് നമ്മുടെ ഓട്ടം എങ്ങനെയുള്ള ഓട്ടമാണെന്ന്. The Lord is watching each and every one of you to see how well you run the race that is set before you. പാസ്റ്റർ മുൻപാകെ നല്ലതുപോലെ ഓടി കാണിക്കാം, ലോക മനുഷ്യർ മുൻപാകെ ഓടി കാണിക്കാം, എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മുമ്പാകെയുണ്ട്. ആ ദൈവം നോക്കിയാണ് നമ്മുടെ ഓട്ടം എപ്രകാരമുള്ള ഓട്ടമെന്ന്. You might be able to hoodwink your pastor and the people around you into thinking that you are running the race well, but you cannot hoodwink the Lord who is watching everything. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഭംഗമില്ലാതെ ഓടി നല്ലൊരു ജീവപര്യന്തം ആ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. Today you must be able to submit your life so that you can run that race with endurance and receive the crown of life from the Lord. നമ്മൾ കേൾക്കുവാനിടയായി തീർന്ന 10 വിധത്തിലുള്ള ഓട്ടത്തെ പറ്റിയാണ്. Today we have heard about 10 ways of consistency. നമ്മുടെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരുന്നു ഓടുവാനിടയായി തീരണം. Our heart must be without fear and consistent. പ്രമാണങ്ങളെ അന്വേഷിച്ച് സ്ഥിരതയോടെ പോകുവാനിടയായി തീരണം. We must be stand forever in the presence in the precepts of the Lord. യഹോവയുടെ വചനത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായി തീരുവാനിടയായി തീരണം. We must be consistent in following the scriptures of the Lord. യഹോവയുടെ കൈ നമ്മളുടെ സ്ഥിരമായി എന്ന് ഇരിക്കുവാനിടയായി തീരും. The Lord's arm will be established before you. യഹോവയുടെ സിംഹാസനം എന്നും സ്ഥിരമായിട്ടുള്ളതാണ്. The Lord's throne is established. യഹോവ സ്ഥിരമായി നമ്മളോട് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. The Lord wants to stay with you forever. നമ്മൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. We must be consistent in our prayer. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. We must be consistent in standing steadfast for the scriptures. വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. We must be steadfast in the faith. ഓട്ടക്കളത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. We must be steadfast in the race that is set before us. പൽക്കാലം നമ്മളെ തന്നെ ചിന്തിച്ച് നോക്കിയേ, ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സ്ഥിരതയില്ലാതെ അസ്ഥിരതരായി ഹല്ലേലൂയ ഓടിയിട്ടുണ്ടെങ്കിൽ, ട്രാക്ക് തെറ്റിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ പോയിട്ടുണ്ടെങ്കിൽ, പുറകോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഇന്ന് പൽക്കാലം ക്ഷമ ചോദിക്കുവാനിടയായി തീരണം. Today you must be able to ask forgiveness to the Lord if you have showed inconsistency in whatever sphere of the race of faith that has been given to you. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പൽക്കാലം നമ്മളെക്കുറിച്ച് ഓർപ്പിക്കുന്നത്, നമ്മുടെ കൂടെ ഓടിയ പലരും ഇതുവരെയും അല്ല നമ്മുടെ കൂടെ എത്താതെ വഴിമധ്യേ പട്ടുപോയപ്പോൾ കൃപയൊന്നു മാത്രമാണ് നമ്മളെ ഇന്നും നിലനിർത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. The Lord's Spirit wants to remind you that many people who have started the race of faith with you have fallen by the wayside, and it is only the grace of God that has sustained you till this point in your race. നമ്മളെക്കാൾ കഴിവുള്ളവർ, ബുദ്ധിയുള്ളവർ, സാമർഥ്യമുള്ളവർ, ഹല്ലേലൂയ നമ്മളെക്കാൾ മുമ്പിൽ ഓടിയവർ പലരും വീണ് കിടക്കുമ്പോൾ കൃപയാൽ ദൈവസ്നേഹത്താൽ ഇന്നുവരെയും ആ ക്രിസ്തുവിനെ ചുംബിച്ചുകൊണ്ട് ഓടുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിനിടയായി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. Let us thank the Lord for the grace He has shown us, so that even when people who started before you, people with more power, more strength, more skill and more intelligence than you have fallen by the wayside, He has kept you safely.
തലകളെ വണക്കാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്ഥിരതയോടെ ഓടുവാന്, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാന്, സ്ഥിരതയോടെ ഹല്ലേലൂയ ദൈവസ്ഥലിൽ മുന്നേറുവാന് ഉള്ളൊരു കൃപ എനിക്ക് നൽകണമേ ദൈവസ്ഥലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. Let us bow our heads in prayer and ask the Lord, Lord, give me the strength and endurance and consistency to run the race that has been set before me. ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയം സ്ഥിരമായിരിക്കട്ടെ. Today, let your heart be steadfast. പിശാച് നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കുവാനിടയായി തീരരുത്. The devil must not be able to take over your heart. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് പൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. The Lord that sees through every heart is today amongst your presence. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് പൽക്കാലമായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. Let us stand before the Lord with a pure heart. കഴിഞ്ഞ നാൾ ദൈവം നമ്മളെ സ്നേഹിച്ചത് മുഖാന്തരമാണ് ഇത്രത്തോളം നമ്മളെ കൂട്ടിക്കൊണ്ടുവരുവാനിടയായി തീർന്നത്. It is only the love of God that has kept you faith till this point. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഓർപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോൾ ഇതുവരെ എന്നെ നിന്നെ തള്ളിക്കളയാതിരുന്നത് ആ ദൈവത്തിൻ്റെ മഹാസ്നേഹവും കൃപയൊന്നും മാത്രമാണ്. The Lord wants to remind you that He has kept you safe even when afflictions and problems and difficult circumstances came to you, and He has kept you strictly in the race through His power. നമ്മളെക്കാട്ടിലും ഹല്ലേലൂയ സ്തോത്രം പലരും ഇത്രത്തോളം തെറ്റ് ചെയ്തില്ല. എന്നാൽ അവരെയൊക്കെ ദൈവം പലപ്പോഴും തള്ളിക്കളഞ്ഞത് ദൈവം നമ്മളെ സ്നേഹിക്കുന്ന മുഖാന്തരമാണ്. Many people committed far less severe sins than the ones you have done, but the Lord rejected them and did not reject you only by His grace. ആ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുകൂടെ രുചിച്ചറിയുവാൻ അവൻ്റെ സന്നിധിയിലേക്ക് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, സ്ഥിരതയോടെ ഓരോ കാര്യങ്ങളെ ചെയ്യുവാനുള്ള കൃപ എനിക്ക് നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. Today let us come to His presence in tears and ask Him, Lord, give me the strength and grace to come before you with steadfast heart. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. Father God, thank you for this time. സ്ഥിരതയോടെ ദൈവത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യമേറിയ ദൈവശക്തിയാൽ ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ. Lord, give me the grace and strength to do every single thing in your presence with steadfastness. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. I submit everyone who has gathered here into your hands. കഴിഞ്ഞ നാൾ സ്ഥിരതയില്ലാതെ ഓടിയത്, having run without consistency, അതൊക്കെ മാറി സ്ഥിരതയോടെ ദൈവത്തിൽ ഓടുവാൻ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Lord, I pray that you remove every single inconsistency from their lives. സ്വർഗ്ഗം പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. Thank you for listening to our prayers in Jesus' name. Amen. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. May the Lord bless us by these.